സനാതനധർമ്മം എന്നുള്ളത് ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ്. ആ ധർമ്മം ഈ രാജ്യത്ത് എവിടെയും പ്രാവർത്തികമായിട്ടില്ല. നിങ്ങൾ ഈ കേരളത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു 10-60-70 വർഷം മുമ്പ് എന്തായിരുന്നു കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ ചിത്രം? ഏത് സനാതനധർമ്മം ഇവിടെ പരിപാലിച്ചത്? സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഭാഗമായി ചാതുർവർണ്ണ വ്യവസ്ഥയായിരുന്നു നടപ്പിലാക്കിയത്. ഒരു സനാതനധർമ്മവും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. അടിമതുല്യമായ ജീവിതം നയിച്ച പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു കൂട്ടം, അതായിരുന്നു കേരളത്തിൻ്റെ ചിത്രം. അതിനെപ്പറ്റിയാണ് സഖാബി PMS പറഞ്ഞത്, ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ. ഈ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ കാലത്ത് സനാതനധർമ്മം പ്രാവർത്തികമാക്കിയ ഏത് കാലം, ഏത് സന്ദർഭം RSകാരൻ ഇപ്പോൾ വിശദീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും ഇത്രയും ശക്തിയായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു കാര്യമില്ല. ആശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സോഷ്യലിസത്തിൻ്റെയും ഓണം വരാൻ പോകില്ലേ? ഓണത്തിൻ്റെ ആശയത്തോടൊപ്പം നിൽക്കുന്ന എന്തെങ്കിലും ആശയം ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടോ? ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ആശയമല്ലേ ഇത്? സമത്വത്തിൻ്റെ ആശയമല്ലേ? സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആശയമല്ലേ? അത്രയും ശക്തമത്തായ ആശയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ സനാതനധർമ്മം ഇവിടെ പരിപാലിച്ചു എന്നുള്ള തെറ്റായ കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ വിശദീകരിച്ചത്? ഭരണഘടന പൂർണ്ണമായിട്ട് മാറ്റണം. കാരണം ഈ ഭരണഘടന നമ്മുടെ ഭരണഘടനയല്ല. ഇത് യൂറോപ്പിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആശയങ്ങളുമായി ചേർന്ന ഒരു ഭരണഘടനയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയാവണമെങ്കിൽ അതിന് മനുസ്മൃതി വേണം. മനുസ്മൃതി. ഈ മനുസ്മൃതി എന്ന് പറയുന്നതല്ലാതെ, ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സമീപതുകൊണ്ടാണ്. മനുസ്മൃതി എന്ന് പറയുന്നതല്ലാതെ എന്താണ് മനുസ്മൃതി എന്ന് പഠിച്ചാലാണ് മനുസ്മൃതിയുടെ അപകടം മനസ്സിലാകുക. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് എവിടെ മനുഷ്യന് നിൽക്കാൻ അവകാശമുണ്ടാവണമെന്നാണ്. മനസ്സിലായില്ലേ? മനുഷ്യന് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. അപ്പോൾ ഓരോ ജാതിയും ഓരോ വിഭാഗവും ജാതി ശ്രേണി. ആർക്കാണ് ബ്രാഹ്മണനുമായിട്ട് അടുത്ത് നിൽക്കാൻ കഴിയുക? അതിൻ്റെ എത്രയോ കാതം ആരാണ് നിൽക്കേണ്ടത്? വഴിയാത്രയിൽ എന്ത് ശബ്ദമാണ് ഉണ്ടാക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന അപമാനകരമായ ഒന്നാണ് ഈ മനുസ്മൃതി. ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഒരിക്കൽ അശ്ലീലം എന്ന് പറഞ്ഞതിനെപ്പറ്റി വലിയ ചർച്ചയായിരുന്നു. എനിക്കതിലൊന്നും ലേബലേഷൻ ഭയമില്ല. അശ്ലീലമാണ്, അപമാനകരമാണ് രാജ്യത്തിൻ്റെ. ഈ രാജ്യം നേടിയ പുരോഗതിയെ അതിൻ്റെ എല്ലാം പിന്നിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം തന്നെയാണ്. ആ ശ്രമത്തിൻ്റെ ഏറ്റവും ശക്തമത്തായിട്ട് അനുയായികളായിട്ടാണ് ഈ RSകാർ ഇപ്പം പ്രവർത്തിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞു വന്നത് 3 ശക്തികൾ. നേരെ പറഞ്ഞില്ലേ, ഹിന്ദു, ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണ്. അന്നേ പറഞ്ഞ ഇത് ഹിന്ദുത്വ എന്നുള്ള പ്രയോഗം തന്നെ തുടങ്ങിയത് 1923 അത് ആ പ്രയോഗം ഉപയോഗിച്ച് ആദ്യത്തെ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത് സവർക്കറാണ്. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സവർക്കർ. അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു പുസ്തകം തന്നെ, ഒരു ചെറിയ ലഘുലേഖ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആഴത്തിലുള്ള പഠനം ഈ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയേ പറ്റൂ. കാരണം ഈ RSകാരെ ഒരു ചരിത്രാവബോധവും ഇല്ലാതെ, ഒരു ശാസ്ത്രാവബോധവും ഇല്ലാതെ എന്തും വിളിച്ചു പറയുന്നതിന് വേണ്ടി, എന്നിട്ട് ആളുകളെ തെറ്റായ ധാരണയിലേക്ക് അല്ലെങ്കിൽ തെറ്റായ അവബോധത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ഇത് ഹിന്ദുത്വ രാജ്യമാണ്. ഇന്ത്യ ഹിന്ദുവാണ്, ഹിന്ദു രാജ്യം. ഇന്ത്യ എന്നുള്ള പേര് തന്നെ ഉപയോഗിച്ചപ്പോഴാണ് നിങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാകുമ്പോഴാണ് അറിയാൻ. 5000 മാത്രം. എന്നിട്ട് അവർ പറയുന്നത് വളരെ ലളിതമായിട്ട് അവർ പറയുന്നത് കേട്ടോ, ഇവിടെ ആരാധനാലയങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ ഇന്ത്യയിൽ തന്നെ സംഘടിപ്പിച്ചവരെല്ലാം ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമല്ല, സിഖുകാരും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റുകളും ജൈനന്മാരും ഒക്കെ ഇവിടെ തന്നെയുള്ളതാണ്. അവരുടെ കേന്ദ്രം ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് അതെന്താ അവരെല്ലാം ഇന്ത്യക്കാർ തന്നെയാണ്, ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അങ്ങനെയല്ലാത്ത അവർ വിദൂരങ്ങളിൽ ഇപ്പോഴും കാണുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട്, വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ട് കാണുന്നത് ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് വെളിയിലാണ്. അങ്ങനെയുള്ള 2 വിഭാഗമുണ്ട്. ഏതൊക്കെയാ? നിങ്ങൾക്കെല്ലാം അറിയുന്ന ഇത് ആരൊക്കെയാ?
ഒന്ന് മുസ്ലിമിന് ഇവിടെയല്ല കേന്ദ്രം, വേറെയാണ്. മക്ക ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ, മദീന ഉൾപ്പെടെയാണ്. പിന്നെ ക്രിസ്ത്യാനിക്ക് ഇവിടെയല്ല, അത് റോം ഉൾപ്പെടെയാണ്. അപ്പോൾ ഇവർ ആരല്ല, നേരത്തെ പറഞ്ഞ കൂട്ടത്തിലില്ല, ഹിന്ദുക്കളല്ല. പിന്നെയോ കമ്മ്യൂണിസ്റ്റുകാരാരാ? യൂറോപ്യൻ ആശയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരുമാരല്ല, ഇന്ത്യക്കാരല്ല. ഈ 3 വിഭാഗം ആഭ്യന്തര ശത്രുവാണ്. മുസ്ലിം, ക്രിസ്ത്യാനി, കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തര ശത്രുക്കളാണ്. എന്ത് ചെയ്യണം? ഉന്മൂലനം ചെയ്യണം, ഇല്ലാതാക്കണം. ഇതാണ് ഇവിടെ മുന്നോട്ടേക്ക് വെച്ച, ഇന്നല്ല ഇതിൻ്റെ ആദ്യകാലം മുതൽ അതിൻ്റെ സംഘാടക നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രത്യശാസ്ത്രപരമായ നിലപാട് സ്വീകരിച്ച ഗോൾവാൾക്കറുടെ നിലപാട്. ഗോൾവാൾക്കർ യഥാർത്ഥത്തിൽ ഇത് രൂപീകരിച്ചതിന് ശേഷം 1925 RSS രൂപീകരിക്കുന്നത്. ഹെഗ്ഡേവാറാണ് അതിൻ്റെ നേതൃത്വം. മുൻഷെ, ഹെഗ്ഡേവാർ, ഇവരൊക്കെയാണ് അവരുടെ സ്ഥാപക നേതാവ് എന്ന് അവർ പറയുന്നത്. ഗോൾവാൾക്കർ അല്ല, ഗോൾവാൾക്കർ പിന്നീട് വന്നെയാണ്, അതിന് തുടർച്ചയായിട്ട് വന്നെയാണ്. അവരാണ് പക്ഷേ ഏറ്റവും ശക്തമത്തായ രീതിയിൽ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കം തയ്യാറാക്കിയത്. സംഘടനാപരമായ ഉള്ളടക്കം തയ്യാറാക്കിയിരുന്നത് മുൻഷിയാണ്. അത് ഫാസിസത്തിന്റെ ഭാഗമായി ഇറ്റലി പോയിട്ട് വന്നതിന് ശേഷം ഫാസിസത്തെ മനസ്സിലാക്കി അവിടെ സന്ദർശിച്ചു വരിക അതിനുശേഷം. അപ്പോൾ ഞാനതിൻ്റെ മറ്റു വിശദീകരണത്തിലേക്കല്ല, ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം, ഇന്ത്യക്ക് അനുയോജ്യമല്ല, അതുകൊണ്ട് ഇവിടെ ഇവരുണ്ടാവാൻ പാടില്ല എന്ന പ്രത്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും ശക്തമത്തായ നടപടിക്രമങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും RSകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റ് ആശീകരിപ്പിച്ചു പുലർത്തുന്ന ചെറുപ്പക്കാരായ SFIക്കാർ ഉൾപ്പെടെയുള്ളവരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ആശയത്തെയാണ് ശക്തിയായിട്ട് നമ്മൾ എതിർക്കേണ്ടത്. ഈ വർഗീയവൽക്കരണ നിലപാടിനെയാണ് നമ്മൾ ശക്തിയായിട്ട് എതിർക്കേണ്ടത്. ഹിന്ദുത്വ രാജ്യത്തിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സജീവമായിട്ട് പ്രതിരോധിക്കേണ്ടത്. ആ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായി അജയ് ദിനാചരണ പരിപാടി എല്ലാ സന്ദർഭത്തിലും ഈ മേഖലയിൽ മാറിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ശക്തിയായ രീതിയിൽ ഇതിനെതിരായിട്ടുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ അതിനാവശ്യമായ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ജനങ്ങൾക്കാകെ സേവനം നൽകുന്ന ഒരു കേന്ദ്രമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. അജിയുടെ സ്മരണ തീർച്ചയായിട്ടും നമ്മൾക്ക് ആവേശം നൽകുന്ന ഒന്നാണ്.